മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും പവർഫുള്ളായ രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് മാറി പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് കടന്നു. അതായത് ഇറാൻ പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രായേലിന് നേർക്ക് പലതരത്തിലുള്ള ആക്രമണം നടത്തി. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, അങ്ങനെ ഒരുപാട് പ്രോക്സി സേനകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഏതാണ്ട് കുറേ കാലമായി കാത്തുവെച്ചതുപോലെ ഒരു തിരിച്ചടി ഇറാന് നേർക്ക് നൽകുന്നു. ഈ തിരിച്ചടിയുടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് അറബ് രാജ്യങ്ങളാണ്. അവർ വല്ലാതെ ഭയപ്പാടിലാണ്. കാരണം ഇറാനോ ഇസ്രായേലോ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ അറബ് രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് ഉൾപ്പെടെ തീ പിടിക്കാനും അത് അപകടത്തിൽപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്ന ഈ എണ്ണ വ്യാപാരത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഇപ്പോൾ തന്നെ 3 ദിവസമായി യുദ്ധം നടന്നപ്പോൾ തന്നെ അവിടുത്തെ സ്വർണ്ണ വില കുതിച്ചു ഉയരുന്നുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില സങ്കല്പിക്കാവുന്നതിനപ്പുറത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടുത്തെ വിപണി, തൊഴിൽ മേഖല ഇതെല്ലാം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അറബ് രാജ്യങ്ങളാണ് ഇതുമൂലം ഏറ്റവും പ്രതിസന്ധിയിൽ നേരിടുന്നത്. കാരണം ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അറബ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ ആർമി കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർക്കും. കാരണം അയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവന വളരെ ക്ലിയറാണ്. അമേരിക്കയിൽ പോയി ഇറാൻ ആക്രമിക്കാൻ പറ്റില്ല. പകരം അമേരിക്കയുടെ ബേസുകളുള്ള തൊട്ടടുത്ത രാജ്യമായ ഇറാഖിനെ ആക്രമിക്കാം. ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്താം. അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ ഒരു പക്ഷേ ആ അറബ് രാജ്യങ്ങൾക്കായിരിക്കും ആത്യന്തികമായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. 2019 ഇതുപോലെ സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്ന് കത്തിപ്പടരുകയുണ്ടായി, മറ്റൊരു എണ്ണപ്പാടം നശിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ മൂലം താൽക്കാലികമായി എണ്ണ ഉൽപ്പാദനം ഉൾപ്പെടെ നിർത്തിവെച്ചു. അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചും ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുമാണ് അന്ന് ആക്രമണം നടത്തിയത്. ഇതേക്കുറിച്ച് പലതവണ ചോദിച്ചിട്ടും ഇറാൻ അതെല്ലാം നിഷേധിച്ചു. ഞങ്ങൾ അങ്ങനെ ആക്രമണം നടത്തിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അമേരിക്ക ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിലൂടെ യമനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാൻ ഓപ്പറേറ്റ് ചെയ്ത് നടത്തിയ ആക്രമണമാണെന്നത് മനസ്സിലായി. ഇവിടെയും അതിന് സമാനമായ ഒരു സാഹചര്യം സംജാതമായി വരികയാണ്. ഇരു രാജ്യങ്ങളും വേണമെങ്കിൽ ആണവ ശക്തിയാണെന്ന് പറയാം. ഏതാണ്ട് 80ഓളം ആണവായുധങ്ങളുള്ള ഇസ്രായേൽ വളരെ പവർഫുള്ളാണ്. അവർ സൈനിക ശക്തിയിലും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ സ്വാധീനത്തിലും ഒക്കെ വളരെ മുന്നിലാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആണവ സമ്പുഷ്ടീകരണ പ്രക്രിയയിലാണ്. എന്ന് പറഞ്ഞാൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയമുള്ള ഇറാന് 80%-ഓ 90%-ഓ അത് എത്തിയിട്ടുണ്ടെന്നും അതുവഴി ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നുമൊക്കെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനും ഒരു വലിയ ശക്തിയാണ്. ഇപ്പം നമുക്കറിയാലോ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൈനിക വിന്യാസങ്ങളൊക്കെ ഉള്ള രാജ്യമെന്നാണ് ഇറാനെ കരുതപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ 10 ഇരട്ടി ജനസംഖ്യയാണ് ഇറാനുള്ളത്. ഇറാനിൽ ഏതാണ്ട് 90,43,000-ലധികം ആളുകൾ താമസിക്കുമ്പോൾ ഇറാൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 8,75,90,000 മാത്രമല്ല പശ്ചിമേഷ്യയിലെ ഏറ്റവും പവർഫുള്ളായ സായുധ സേന എന്ന് പറയുന്നത് ഇറാൻ്റെയാണ്. 5,80,000 മുഴുവൻ സമയ സൈനികരും 2 ലക്ഷത്തോളം റിസർവ് സൈനികരും ഇറാൻ സേനയിലുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യമെടുത്താൽ കര, വ്യോമ, നാവിക സേനയിലായിട്ട് ഏതാണ്ട് 1,69,000 സൈനികരാണുള്ളത്. എന്നാൽ റിസർവ് മേഖലയിൽ അവർക്ക് 4,65,000 പേരുണ്ട്. അതായത് ഇസ്രായേലിൽ നിർബന്ധിത സൈനിക സേവനമുള്ളത് കൊണ്ട് തന്നെ സൈനിക പരിശീലനം പൂർത്തിയാക്കിയ പല ആളുകളും ഇസ്രായേൽ പല മേഖലയിൽ ജോലി ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർ യുദ്ധമുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ സേനയിലേക്ക് ഭാഗമാകാനായിട്ട് എത്തിച്ചേരും. അത്തരമൊരു സഖ്യമുണ്ട്. ഇസ്രായേൽ ഒരു വർഷത്തെ പ്രതിരോധ ബജറ്റിനായിട്ട് മാറ്റിവെക്കുന്നത് $24 ബില്യൺ. എന്നാൽ ഇറാൻ മാറ്റിവെക്കുന്നത് $9.9 ബില്യൺ മാത്രമാണ്. അപ്പോൾ ഇസ്രായേൽ അതിജീവനത്തിനായിട്ട് തയ്യാറെടുക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വൻതോതിൽ ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ, അത്യന്താധുനിക വിമാനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാൻ വലിയ തോതിൽ പണം ചെലവഴിക്കും. ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഏതാണ്ട് 551 യുദ്ധവിമാനങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിലായിക്കോട്ടെ 612 യുദ്ധവിമാനങ്ങൾ. ഇതിൽ F-15, F-16, F-35 തുടങ്ങിയ അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ വ്യോമ മേഖലയിൽ അവർക്ക് വലിയ ആധിപത്യമുണ്ട്. ഇറാൻ്റെ കയ്യിലായിക്കോട്ടെ കുറച്ച് പഴക്കം ചെന്ന ഈ എയർക്രാഫ്റ്റുകളാണുള്ളത്.
അതായത് അമേരിക്കയുമായി ബന്ധം വഷളാകുന്നതിന് മുമ്പ് അവർ അത് വാങ്ങിയ ഈ എയർക്രാഫ്റ്റ് ഉണ്ട്, അതായത് ഷാ ഭരണകാലത്തൊക്കെ മേടിച്ചതും പിന്നീട് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ പോലും അവർക്ക് സാധിച്ചില്ല. കാരണം അമേരിക്ക അവർക്ക് അതിൻ്റെ പാർട്സും മറ്റും നൽകിയില്ല. അപ്പോൾ വ്യോമ മേഖലയിൽ വലിയ ആധിപത്യം ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇസ്രായേൽ 200 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ അടങ്ങിയ സ്ക്വാഡ്രൺ ഇറാനിലേക്ക് അയച്ചത്. ഇസ്രായേലിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട്. ഇപ്പം അയൺ ഡോം ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമാണ്, അമേരിക്കയുമായി ചേർന്ന് തയ്യാറാക്കിയതാണ്. അതുപോലെ തന്നെ ഡേവിഡ് സ്ലിംഗ് ഉണ്ട്, ഥാഡ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന, വ്യോമാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്നാണ് ഇസ്രായേലിന് മേൽക്കൈ നൽകുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പിന്നോട്ട് പോക്കുണ്ട്. കാരണം S-400 പോലെയുള്ള സംവിധാനങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ പോലും ചൈന നൽകുന്ന പ്രതിരോധ സംവിധാനങ്ങളാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് വിന്യസിച്ചിരിക്കുന്നത്. ആ ചൈന നൽകിയ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. മാത്രമല്ല റഷ്യ ഇത്തരത്തിലുള്ള വ്യോമ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് പ്രത്യക്ഷമായിട്ട് സമ്മതിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത്ര ശക്തി പോരാ എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ കനത്ത ആക്രമണം ആദ്യ ദിവസം തന്നെ ഇറാനിൽ കാഴ്ചവെച്ചത്. മാത്രമല്ല മൊസാദിൻ്റെ ഒരു ഓപ്പറേഷൻ അവിടെ ഉണ്ടാകുകയും ഡ്രോണുകൾ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ അവിടെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇറാനുള്ളിൽ നിന്ന് തന്നെ ഇസ്രായേൽ തന്ത്രപരമായ ആക്രമണം നടത്തിയപ്പം ഇറാൻ ഒന്ന് പകച്ചുപോയിരുന്നു. ഇനി യുദ്ധ ടാങ്കുകളുടെ എണ്ണം എടുത്താൽ ഇസ്രായേലിൻ്റെ കയ്യിൽ 1370 ടാങ്കുകളും ഇറാൻ്റെ പക്കൽ 1996 ടാങ്കറുകളുമാണുള്ളത്. ഇതിൽ ലോകത്തെ തന്നെ ഏറ്റവും നൂതനമായ ടാങ്കർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മെർക്കവ് ഉൾപ്പെടെയുള്ളവ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കരസേനയും സുസജ്ജമാണ് എന്ന് പറയാം. ഇതിനപ്പുറത്തേക്കാണ് ആണവ ശക്തിയെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്. 80 ആണവായുധങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വളരെ അപകടകരമാണ്. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തുവിട്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 30 പോർ മുനകൾ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. അതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഏറ്റവും മികച്ച വ്യോമശക്തികളിലൊന്ന് ഇസ്രായേലാണ്. ആ വ്യോമ മേഖലയിൽ നിന്ന് 30 ആണവായുധങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. ഇനി 50 ആണവായുധങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് വിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇറാൻ അത് വലിയ തിരിച്ചടി ഉണ്ടാകും. ഇവിടെ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അവിടുത്തെ സൈനിക മേധാവി ഉൾപ്പെടെ RGCയുടെ തലവൻ ഉൾപ്പെടെ കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അയത്തുള്ള അലി ഖമനയുടെ ഈ സൈനിക, ബൗദ്ധിക, ആണവ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്നു എന്ന് പറയാം. അന്തം വിട്ടുപോയി. ഇപ്പോൾ അന്തം വിട്ടുപോയവർ എന്തും ചെയ്യുമെന്നൊക്കെ പറയുന്നത് പോലെ ഈ ഖമനയ്ക്ക് എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം എങ്ങനെയാണ് ഖമനൈ പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് ഖമനൈ പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഒരു പക്ഷേ ഇവർ കടന്നേക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുത്തെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ മൊത്തം മാറിമറിയും. ഗൾഫ് രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥ തകരും. അവിടേക്ക് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഖത്തർ, സൗദി അറേബ്യ, അതുപോലെ തന്നെ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയാൽ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ കത്തിയെരിയാനുള്ള സാധ്യതയുണ്ട്. എണ്ണയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായിട്ട് മാറും. മാത്രമല്ല ഇപ്പോൾ വിമാന കമ്പനികൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ പലതും നിർത്തിവെക്കുന്നു. അങ്ങോട്ടേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. വ്യോമ പ്രതിരോധ പാത ഇപ്പോൾ ഇറാനും ഇതിൻ്റെ ആക്രമണത്തെ തുടർന്ന് ഇറാഖും ഗൾഫ് രാജ്യങ്ങളുമൊക്കെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല വിമാനങ്ങളും ഇപ്പോൾ വ്യോമപാത വഴിതിരിച്ചു വിടുകയാണ്. അതുമൂലം രാജ്യങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. അതൊക്കെ തിരിച്ചു പിടിക്കാൻ വലിയ കാലതാമസം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജോർദാൻ, ലെബനൻ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ ടൂറിസ്റ്റുകളെ കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തെ ടൂറിസത്തെ ഇത് വലിയ തോതിൽ ബാധിക്കും. ചുരുക്കം പറഞ്ഞാൽ പശ്ചിമേഷ്യയിലെ 2 ഭീമന്മാർ ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. 2 പേർക്കും ശക്തിയും ദൗർബല്യവുമുണ്ട്. അമേരിക്ക പൂർണ്ണ പിന്തുണയുമായി ഇസ്രായേലിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇറാനെ ഏതാണ്ട് തവിട് പൊടിയാക്കും, അല്ലെങ്കിൽ തുടച്ചു നീക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എങ്കിലും ഇറാൻ്റെ ശക്തിയായ ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ എന്നിവ ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് ഇറാനും ആക്രമണം നടത്താൻ കഴിയും. അതുകൊണ്ടാണ് ഹൈഫൈ തുറമുഖത്തെ ആക്രമിച്ച് തകർക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ പെൻറ്റഗൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം നടത്തി. ജെറുസലേമിൽ ആക്രമണം നടത്തി. 200 മിസൈലുകളൊക്കെ ഒന്നിച്ചു വന്നു എന്ന് ഇസ്രയേൽ തന്നെ സമ്മതിക്കുന്നു. കാരണം ഇസ്രയേൽ സാധാരണഗതിയിൽ അവരുടെ രാജ്യത്ത് അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് തുറന്ന് സമ്മതിക്കുന്നതല്ല. ഇവിടെ
സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കുറേ അധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ തിരിച്ചടി കനത്തതായിരിക്കും എന്ന് പറയുന്നു. ഇങ്ങനെ തിരിച്ചടി കനത്തതാകണമെങ്കിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഗൾഫ് മേഖലയിലേക്ക് അടുക്കുന്നു എന്നതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണണം. കാരണം ഈ ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ തടുത്തു നിർത്താൻ കഴിവുള്ള യുദ്ധക്കപ്പലുകളും മുന്നോട്ടേക്ക് നീങ്ങി വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അറബ് രാജ്യങ്ങളും വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ. അതുകൊണ്ട് തന്നെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം എത്രയും വേഗം അവസാനിപ്പിക്കാൻ UN ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. അറബ് രാജ്യങ്ങളുടെ ആശങ്ക അത് അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ ഒരുപക്ഷെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും കൈക്കൊള്ളാൻ സാധിച്ചേക്കും. എന്നാൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകഴിഞ്ഞാൽ അമേരിക്ക ഇസ്രയേൽ പക്ഷത്ത് നിലയുറപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇറാനെ സംരക്ഷിക്കാൻ റഷ്യ വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയമുളവാക്കുന്ന ഒരു കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.